സ്വാമി ഇന്നലെ തന്ന ബീഡി നല്ല അസല് ബീഡിയായിരുന്നു. ഇന്ന് നേരം വെളുക്കും വരെ ഞാൻ ഭൂമിയിലായിരുന്നോ പാതാളത്തിലായിരുന്നോ ഒന്നും അറിഞ്ഞില്ല. ഒരെണ്ണം കൂടി തരാവോ? ഒരു കെട്ട് ബീഡി. സ്വാമിയേ ശരണം. കണ്ണടച്ച് ഈശ്വരനെ ധ്യാനിച്ചോളൂ. ഈ സ്വാമി നിന്റെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരും. ഈ സ്വാമി ആ സ്വാമി തന്നെ. ഒരു പുക എടുത്തപ്പോഴേക്കും ഞാൻ സ്വർഗത്തിലോട്ട് ചെന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ആകാശത്തിലെത്തി. ആഹാ, ആരുടെ താഴെ? സുശീലാണോ? വേണം. ഇനിയും എനിക്ക് മേലോട്ട് പൊങ്ങി പൊങ്ങി പോണം. നീ ഉദ്ദേശിക്കുന്ന ആളല്ലടാ ഈ സിദ്ധൻ. നിന്നെ ഒന്ന് കുഴിച്ചു മൂടിയിട്ടാ ഞാൻ ഇവിടുന്ന് പോകും. വെട്ടടാ, വെട്ടാ. Yeah!
ഇപ്പൊ എവിടെയൊക്കെ സുഖം അവരല്ലയോ? ചപ്പേരി തോന്നില്ല, ഗോതമ്പുണ്ടയും കഞ്ഞിയും പയറും ഒക്കെ കിട്ടത്തില്ലയോ? എന്താ പോയി നോക്കുന്നോ? ഓരോരുത്തരുടെ യോഗം. ജാളി ജാളി, നിരങ്ങ് നിരങ്ങ്. ഓർഡർ ഓർഡർ, യു മേ പ്രൊസീഡ്. യുവർ ഓണർ, 2 കാലുകളും നഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും ആവതില്ലാത്ത സ്വന്തം സഹോദരിയുടെ അസുഖം ഭേദമാക്കാൻ വേണ്ടി തന്റെ ജീവൻ പോലും കൊടുക്കാൻ മുത്തു തയ്യാറായിരുന്നു. അത്രയ്ക്ക് തന്റെ കുഞ്ഞു പെങ്ങളെ സ്നേഹിച്ച് ഈ ചെറുപ്പക്കാരനെ അതിക്രൂരമായി പറഞ്ഞു പറ്റിച്ച് ആ വീട്ടിൽ കയറിക്കൂടി ചികിത്സിക്കാനെന്ന വ്യാജനെ ഇയാളുടെ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കുകയും ഒടുവിൽ മനുഷ്യ മനസാക്ഷി നെട്ടിക്കുന്ന അധമ വികാരത്തോടെ ഈ പാവം പെൺകുട്ടിയെ കയറിപ്പിടിച്ച് മാനഭംഗം ചെയ്യാൻ ശ്രമിച്ച സിദ്ധൻ എന്ന നൊട്ടോറിയസ് ക്രിമിനൽ ഭാർഗവനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. മൂന്ന് കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി കേസിലെ പ്രതിയായിരുന്നു ഭാർഗവൻ എന്ന പിടികിട്ടാപ്പുള്ളി. അമ്പലങ്ങളായിരുന്നു അയാളുടെ ഒളിസങ്കേതങ്ങൾ. ആൾമാറാട്ടത്തിന് കണ്ടുപിടിച്ച വേഷമോ പവിത്രമായ കാവ്യം. യുവർ ഓണർ, ഒരു അഡ്വക്കേറ്റിനെ വെച്ച് കേസ് നടത്താൻ പോലും ത്രാണിയില്ലാത്ത എന്റെ കക്ഷിക്ക് വേണ്ടി വികലാംഗരുടെ വെൽഫെയർ സംഘടനയായ ഹാൻഡിക്യാപ്ഡ് അസോസിയേഷനാണ് ഈ കേസ് നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ സാക്ഷിക്കൂട്ടിൽ തളർന്നിരിക്കുന്ന ഈ പാവം പെൺകുട്ടിയെ ബഹുമാനപ്പെട്ട കോടതി അനുഭവപൂർവ്വം കാണണമെന്നും ഈ നിൽക്കുന്ന പ്രതി മുത്തുവിനെ കുറ്റവിമുക്തനാക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് മൈ കൺക്ലൂഷൻ, യുവർ ഓണർ. കുട്ടിക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടോ? ഈ കേസ് വിധി പറയുന്നതിലേക്കായി ജനുവരി മാസം 12-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ടിക്കറ്റ് എടുക്കാൻ കാശുണ്ടോ? അവിടെ ഒരു നോട്ട. സുശീല ടിക്കറ്റ് എടുത്താ? എവിടെ നിന്നിട്ട് എടുക്കാനാ? കൈ കാശ് വേണ്ടേ? 5 പാനാട്ട് തരാം. ഒരു ടിക്കറ്റ് എടുത്ത് തന്നാ തീരുന്ന തെറ്റാണോ ദിവാര താൻ ചെയ്തത്? താൻ ഒരുത്തരല്ലേ കുഴപ്പത്തിനെല്ലാം കാരണം? ഞാനോ? ഞാൻ എന്ത് ചെയ്യുന്ന? അത് കൊള്ളാം. ആ പാവം പെങ്കൊച്ചനെ ഇപ്പൊ വലത്തി തരാന്ന് പറഞ്ഞൊരു കള്ള സന്യാസിയെ താനല്ലേ വീട്ടിൽ കയറ്റിയത്? അയാൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞു. അറിഞ്ഞാലും ഇല്ലേലും എന്റെ കുഞ്ഞ് ചെയ്യില്ലേ. ഈ തളർന്ന കൊച്ചിന് ഇനി ആര് ചെലവിന് കൊടുക്കും? താൻ ചെലവിന് കൊടുക്കും. പിന്നെ ഒരു 100 രൂപ എടുത്ത് ആ കൊച്ചിന് കൊടുക്കാനാ. എന്റെ വള്ളയിലോട്ട് വല്ലതും ചെല്ലണ്ടേ? വേണ്ട, കാശ് മീനുടെ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇതും ചീട്ടുകളി കളത്തി പോകും. നീ ഓടാവിടുന്നു. നീയൊക്കെ കൂടെ ആ ചെറുക്കൻ ഈ ഗതി വരുത്തിയത്. കുറെ ഗുണദോഷക്കാർ ഇറങ്ങിയിരിക്കുന്നു.